ഇന്നാണെങ്കിൽ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ പൂജയ്ക്കാണെങ്കിൽ പുതിയൊരു വർക്ക് കൊടുക്കട്ടെ. ഇന്ന് ഓഫീസിലോട്ട് വരണ്ട, നീ ഇന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ പൂജനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയായിരുന്നു. പൂജ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടുത്തെ എഞ്ചിനീയർമാരോട് പറയാണ്, ഈ ഒരു കമ്പനി ഞാൻ ഇങ്ങനത്തെ കള്ളത്തരമൊന്നും വെച്ചോണ്ടിരിക്കാൻ സംഭവിക്കില്ല, ഞാനിത് ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ പൂജയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്താണെങ്കിൽ അവർ പൂജയുടെ കയ്യെ കയറി പിടിക്കുക. എന്നിട്ട് പറയുന്നത്, നീ റിപ്പോർട്ട് ചെയ്യുന്ന എനിക്കത് കാണണം എന്ന് പറഞ്ഞ് പൂജയെ തടയുമ്പോൾ പൂജ അവരെ തള്ളി മാറ്റിട്ട് ഓടുന്ന വഴിക്കാണെങ്കിൽ പൂജ ഒരു കല്ലെത്തിട്ട് വീഴുകയുണ്ട്. എന്നിട്ട് പിന്നെ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേനും പൂജ പുറകിലോട്ട് നോക്കുമ്പോൾ ആ ഒരു ബിൽഡിങ്ങിൽ ഏറ്റവും ടോപ്പിലായിട്ട് പൂജ മരണത്തിന് കീഴടങ്ങും, അല്ലെങ്കിൽ പൂജ നാളെ സത്യങ്ങളെല്ലാം കമ്പനി വന്ന് പറയുമെന്ന് കണ്ടുതരണം. എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുമിത്ര ആണെങ്കിൽ തന്റെ രോഗത്തിന്റെ പാർട്ട്ണറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാട്ടോ. അപ്പൊ അവരോട് അന്വേഷിച്ചിട്ടും അതിനൊന്നും സുമിത്രയ്ക്ക് ആരിൽ നിന്നും ഒരു ഇൻഫർമേഷനും രോഗത്തിനെ കുറിച്ചും അല്ലെങ്കിൽ രോഗത്തിന്റെ പാർട്ട്നേഴ്സിനെ കുറിച്ചും കണ്ടെത്താനാകാത്ത സങ്കടത്തിൽ നിൽക്കുന്ന സുമിത്രയാണ് നമുക്ക് ഇന്നത്തെ പ്രമോയ്ക്കകത്ത് കാണാൻ സാധിച്ചിരിക്കുന്നത്.